നമ്മളിപ്പോൾ പരമോന്നത നീതിപീഠമാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതിലെനിക്കൊരു യാതൊരു വിഷമവുമില്ല. പക്ഷേ എൻ്റെ മകനെ ഇവർ കൊല ചെയ്തിട്ട് 4 വർഷമാകുക. ഈ 4 വർഷമായിട്ട് ആ വിചാരണ പോലും ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഇവിടെ 2 നീതി തന്നെയാണ്. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഓട്ടോറിക്ഷക്കാരനും എൻ്റെ മകനായിരുന്നു എൻ്റെ ആശ്രയം. അവനെ കൊന്നിട്ട് നീതി ലഭിക്കണമല്ലോ. ഇപ്പം രഞ്ജിത്ത് വധവുമായി ബന്ധപ്പെട്ട് 15 പേരും കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് അകത്ത് കിടക്കുക. മറിച്ച് എൻ്റെ മകനെ കൊല ചെയ്തവർക്ക് നീതി ലഭിക്കുന്നില്ല. അവർക്ക് ജാമ്യം കൊടുക്കുന്നത് ഹൈക്കോടതി ജാമ്യം കൊടുത്തു, ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. പക്ഷേ സുപ്രീം കോടതി ജാമ്യം കൊടുത്തതിൽ എനിക്ക് പരാതിയില്ല. എൻ്റെ മകൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് വിചാരണ ചെയ്ത് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം. അന്നേരം എനിക്ക് സാധാരണക്കാരന് നീതി ലഭിക്കുന്നു. തുല്യ നീതി ലഭിക്കണം. സാധാരണക്കാരന് മറ്റൊരു രീതി, രാഷ്ട്രീയ സ്വാധീനമുള്ളവന് വേറൊരു നീതിയായിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ എന്താണ് ചെയ്യുക? ആരെയാണ് ആശ്രയിക്കുക? നിങ്ങളെപ്പോലുള്ള മീഡിയ പോലും ഇല്ലെങ്കിൽ ഞങ്ങൾ ആരോടായി സമാധാനം പറയേണ്ടത്? എൻ്റെ മോൻ്റെ ശരീരത്തിൻ്റെ മുറിവ് കണ്ടവനാണ് ഞാൻ. പക്ഷേ ഞാൻ സഹിച്ചിപ്പോഴും ഓട്ടോറിക്ഷ ഓടി എൻ്റെ മക്കളെ നോക്കുക. ഇവർ പറയുന്നില്ല എൻ്റെ മോന് നല്ല വീടില്ല, എൻ്റെ മക്കളെ സംരക്ഷിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടി, എൻ്റെ മോൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു SDP-യുടെ. ഇവർ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാക്കും. ഏതെങ്കിലും ഒരു ബാങ്ക് ബാലൻസോ ഒന്നുമില്ലാത്തവനാവൻ, നല്ലൊരു വീടില്ലാത്തവനായിരുന്നു. പക്ഷെ അവനെ കൊല ചെയ്തപ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഇപ്പുറത്ത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്ന ആ കൊലപാതകത്തിൽ ശിക്ഷ കിട്ടിയതുപോലെ എൻ്റെ മകൻ്റെ ഇതും എത്രയും പെട്ടെന്ന് വിചാരണകൾ പൂർത്തിയാക്കി പ്രതികൾ ശിക്ഷിക്കപ്പെടണം. ഇപ്പം 4 വർഷമാകുക. ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പീലിന് പോകും മോനെ, അപ്പീലിന് പോകും. പിന്നെ പോകാതെ ഞങ്ങൾക്ക് നിർവാഹമില്ലല്ലോ. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരനുണ്ടാകുന്നത്. അതാണ് നമ്മളിപ്പം ഈ ഓരോ സംഭവവികാസങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. നീതി വൈകും, ഈ സാധാരണക്കാരന് നീതി വൈകും. അത് പിന്നെ ഈ നമുക്കാരെങ്കിലും പ്രോസിക്യൂട്ടറായി വരുന്നവരെ പോലും സ്വാധീനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ ഈ പിന്നെ വയനാട്ടിൽ നടന്നതുപോലെ, എന്താണ് പയ്യൻ്റെ, അതുപോലെ തന്നെ പിന്നെ ഇവിടെ മൗലവിയെ വധക്കേസിലുമൊക്കെ ഈ നീതി 2 തരം നീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. ആണ്. അതിൽ യാതൊരു സംശയം വേണ്ട. അവരുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഈ പിന്തുണ കിട്ടുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തവന് നീതി ലഭിക്കുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഇവിടെ നമ്മുടെ വ്യവസ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നു. അനീതിയാണിത്, നീതിയെന്ന് പറയാം, അനീതിയാണിത്. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പ്രതികൾ ശിക്ഷിക്കപ്പെടണമല്ലോ. ആരും കുറ്റം ചെയ്യരുത്. എല്ലാവർക്കും തുല്യ നീതിയാണ്. ആരും കൊല ചെയ്യപ്പെടരുത്. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. ആരും കൊല ചെയ്യപ്പെടരുത്. സമാധാനമായി ജീവിക്കാനുള്ളൊരു ജീവിത അന്തരീക്ഷം ഉണ്ടാക്കണം. ഒരാൾക്ക് മറ്റൊരു നീതി, മറ്റൊരാൾക്ക് വേറൊരു നീതി, അത് മാറണം. ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ അത്തരം ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്.